രാവിലെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ജീവിക്കുന്ന ചുറ്റുപാടിലെ ചെടികളും കായ്കനികളും ഔഷധസസ്യങ്ങളുമാണ് നാം ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കേണ്ടതെന്ന് പൂർവികർ മുമ്പ് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ജീവിത പരിതസ്ഥിതിയിൽ ഈ നിയമങ്ങളൊന്നും അത്ര തന്നെ പ്രായോഗികമല്ല. തിരക്ക് പിടിച്ച ജോലി തിരക്കിനിടയിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന ധാന്യങ്ങളും പച്ചക്കറികളുമാണ് നമ്മുടെ തീന്മേശയിലെത്തുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ്. എങ്കിലും നമുക്ക് കഴിയാവുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. പഴയകാലത്ത് കർക്കിടക മാസമാകുമ്പോഴേക്കും പറമ്പിൽ നിറഞ്ഞ് സമൃദ്ധമായി വളരുന്ന ഒരു ചെടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന താള്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് തന്നെ സംശയമാണ്. ക്രാന്തദർശിയായ പൂർവികർ ഇതിൻ്റെ ഗുണം വല്ല വിധത്തിലും അറിയാതെ വിസ്മരിച്ചു പോകുമോ എന്ന് ഭയന്ന് തന്നെ ആവണം ഇത് ആചാരത്തിൻ്റെ ഭാഗമാക്കിയും മാറ്റിയിട്ടുണ്ട്. ചിങ്ങമാസത്തിലെ മകന്നാളിൽ, അതായത് ഓണം കഴിഞ്ഞു വരുന്ന മകത്തിന് ശ്രീഭഗവതിക്ക് വെച്ച് വിളമ്പുക എന്നൊരു ചടങ്ങുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ താള് കറി. അതിനായി താള് തലേ ദിവസമേ പറിച്ചു വെക്കുക മാത്രമല്ല, ഇതിൻ്റെ തണ്ടിന് ഒരു നാര് വലിച്ചു വെക്കാനുണ്ട്. അത് നാര് വലിച്ചതും ഈ ഇലയും കൂട്ടി അരിഞ്ഞു വെക്കും. പിറ്റേ ദിവസം രാവിലെ മകന്നാളിൽ വിഭവങ്ങൾ തയ്യാറാക്കാനാകുമ്പോഴേക്കും ഇതൊരല്പം വാടിയിട്ടുണ്ടാവും. ആ വാടുന്നത് നല്ലതാണെന്നാണ് പഴയ ആൾക്കാരുടെ അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, ഈ താളിനൊരു ചൊറിയുന്ന സ്വഭാവമുണ്ട്. നമ്മളെ കയ്യിൽ തൊട്ടാൽ തന്നെ ചൊറിയും. ഇത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഈ വാടിക്കഴിഞ്ഞാൽ. താള് കറി ഉണ്ടാക്കുന്നതും പ്രത്യേകമായ രീതിയിലാണ്. കുറച്ചധികം പുളി പിഴിഞ്ഞെടുത്ത് അതിലാണ് ഈ മുറിച്ച് വെച്ച താളിൻ്റെ ഇലയും തണ്ടും കൂടിയത് ചേർത്തിടേണ്ടത്. പുളിയിൽ വെന്ത് കഴിയുമ്പോഴേക്കും താളിൻ്റെ ചൊറിച്ചിൽ സ്വഭാവം മാറിക്കിട്ടും. വെന്ത് കഴിഞ്ഞാൽ തേങ്ങയും പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്ത് അരച്ച്, അധികം മതിയണ്ട, അരച്ച് ഇതിൽ ചേർക്കുക. എന്നിട്ട് നല്ല കടുവും പറങ്കിയെടുത്ത് കറിവേപ്പിലെടുത്ത് വറുത്തിടുക. കാഴ്ചയിൽ അത്ര തന്നെ സുഖം ഉണ്ടാവില്ല. നല്ലൊരു കടും പച്ച നിറമാണ്. പക്ഷെ നല്ല സ്വാദുള്ള ഒരു വിഭവമാണ് താളുകറി. ഈ താളുകറിയും തവര ഉപ്പേരിയും വെച്ചിട്ടാണ് ഭഗവതിക്ക് നിവേദ്യമായിട്ട് പൂജാമുറിയിൽ വെക്കുക. അതോടൊപ്പം അരി നിവേദ്യവും. ധന്വന്തരി ക്ഷേത്രത്തിലെ കർക്കിടക വാവോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നാം പ്രകൃതിയിൽ എത്ര അനാവശ്യമെന്ന് തോന്നുന്ന ഒരു ചെടിയിൽ പോലും എത്രമാത്രം ഔഷധ ഗുണമുണ്ടെന്നും അത് എത്രമാത്രം ഭക്ഷണയോഗ്യമാണെന്നും ഭക്ഷണം തന്നെ ഔഷധമാണ് എന്ന തത്വം എത്രമാത്രം ഫലപ്രദമാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. താളും തമരയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളും ഈ ഒരു സിദ്ധാന്തത്തെ അടിയുറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കണമെന്ന് പണ്ടുള്ളവർ പ്രവചിച്ചതും. ഈ മാറിയ കാലഘട്ടത്തിലും നമുക്ക് കഴിയുന്നത് പോലെ ഇത്തരം ജീവിത രീതികൾ പിന്തുടരാം. ചുറ്റുപാടുമുള്ള ചെടികളുടെയും കായ്കനികളുടെയും ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങൾ അടുത്ത തലമുറയ്ക്കായി കൈമാറാം. നന്ദി, നമസ്കാരം.